ഹൃദ്യവും സുന്ദരവും ഒക്കെയാണ്. അതിവിടെ അങ്ങനെ തന്നെയാണ്. എന്നാലും ഈ വാക്യഭാഷ്യത്തിൽ കുറച്ച് കഠിനപദങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. കുറച്ച് ഒരു എന്താ പറയുക, കുറച്ച് കഠിന പദപ്രയോഗങ്ങളൊക്കെ ഇതിലധികമുണ്ട് വാക്യഭാഷ്യത്തിൽ. അങ്ങനത്തെ ഒരു മൂഡിൽ എഴുതിയതാവും, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക അല്ലേ? കാരണം പദഭാഷ്യം പഠിച്ചവരാണല്ലോ ഇപ്പോൾ വാക്യഭാഷ്യം പഠിക്കേണ്ടത്. പദഭാഷ്യം പഠിക്കാതെ വാക്യഭാഷ്യം പഠിച്ചാൽ വിഷമാണ്. അപ്പോൾ നമ്മൾ എന്തിനാ സ്വാമി എടുക്കണത്? അതൊക്കെ ഉൾപ്പെടുത്തി പറഞ്ഞും കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോണത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ സ്വഭാവസിദ്ധമായ വസ്തുവെ മറ്റ് സാധനങ്ങളെ കൊണ്ട് നേടാൻ ആരും പ്രവർത്തിക്കാറില്ല, ആഗ്രഹിക്കാറില്ല. ഉണ്ടോ? സിദ്ധമായ ഒന്നിനെ നേടാൻ വേണ്ടിയിട്ട് സാധന ചെയ്യോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പം സിദ്ധമല്ല എന്ന് എന്തിനെ തോന്നുന്നുണ്ടോ അതിനെ സാധ്യമായി കാണുകയും ആ സാധ്യത്തെ നേടാൻ വേണ്ടി സാധന അനുഷ്ഠിക്കുകയും ചെയ്യും. അല്ലേ? സാധ്യത്തെ നേടാൻ വേണ്ടി സാധന അനുഷ്ഠിക്കും. സിദ്ധമായതിനെ നേടാൻ സാധന അനുഷ്ഠിക്കുമോ? ഇല്ല. അപ്പം സിദ്ധമായത് അറിയാതെ സാധന ചെയ്യും. അത് നേരത്തെ നമ്മൾ ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട്. കഴുത്തിൽ തന്നെ നെക്ലേസ് ഉണ്ടെങ്കിലും നോക്കി നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി നടക്കും. അതുണ്ട്. കണ്ണട ഇവിടെ തന്നെ ഉണ്ടാവും, എങ്കിലും കണ്ണട അന്വേഷിക്കാറുണ്ട്. ചിലപ്പോൾ പറ്റി പോകാറുണ്ട്. പിന്നെ തൊഴുമ്പോൾ അയ്യോ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്നിട്ട് ഇതാണോ നോക്കി നിന്ന്, അതെ അങ്ങനെ തോന്നും ചിലപ്പോൾ. പക്ഷെ അത് സിദ്ധമാണെന്ന് ബോധമുണ്ടെങ്കിൽ ഒരിക്കലും അന്വേഷിച്ചു പോവില്ല. അപ്പോൾ സ്വഭാവസിദ്ധമായ വസ്തുവെ സാധനകളെ കൊണ്ട് ആരും ന സിഷാധയിഷതി, സാധിപ്പിക്കാൻ ഇച്ഛിക്കുന്നില്ല. എന്തുകൊണ്ട്? സ്വഭാവസിദ്ധമായതുകൊണ്ട്. എങ്കിൽ പറയട്ടെ, സ്വഭാവസിദ്ധ ആത്മ, ഞാൻ എനിക്ക് സിദ്ധമാണ്. ഞാൻ എന്നുള്ളത്, ഞാൻ ഉണ്ടോ എന്ന് സംശയമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇല്ല എന്നറിവുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ ഇല്ല എന്ന അറിവോ ഞാൻ ഉണ്ടോ എന്ന സംശയമോ നമുക്ക് ആർക്കും ഇല്ല. അപ്പം ഞാനാരാ? ഞാൻ സിദ്ധം വസ്തുവാണ്, ഞാൻ സിദ്ധമാണ്. ഇനിയിപ്പോൾ സാധനങ്ങളെ കൊണ്ട് എന്നെ നേടാൻ പോവോ? ഇല്ല. എങ്ങോട്ടാ പോണത്? ഞാൻ ഹിമാലയത്തിലേക്ക് പോവാ. എന്തിനാണ്? എനിക്ക് ആത്മാവിനെ നേടണം. എന്തൊരു കഷ്ടം അത്. ആത്മാവിനെ നേടാൻ വേണ്ടിയിട്ട് ഹിമാലയത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ആശ്രമത്തിൽ പോകുന്നു, വല്ല സ്വാമിയന്മാരെടുത്ത് പോകുന്നു. എന്തിനാണ്? ആത്മാവിനെ. നീയല്ലേ നിന്നെ നേടാൻ നീ എവിടെയെങ്കിലും പോണോ? ചിന്തിക്കുക. സ്വഭാവസിദ്ധ ചാത്മാ തഥാ ന ആപിപേക്ഷിത ആത്മത്വേ സതി നിത്യാപ്തത്വാത്, പ്രാപിക്കാൻ ഇച്ഛിക്കപ്പെടുന്നതല്ല. ആപിപൈഷിത എന്ന് പറഞ്ഞാൽ പ്രാപിക്കാൻ ഇച്ഛിക്കപ്പെടുന്നത് ന അല്ല. എന്തുകൊണ്ട്? നിത്യാപ്തത്വാത്, ഞാൻ എനിക്ക് ആപ്തമാണ്, ഞാൻ എനിക്ക് ആപ്തമാണ്. ഇവിടെ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾക്ക് എല്ലാ ക്ലാസ്സിനും വന്നുകൊണ്ടിരുന്ന ഒരാളുണ്ട്. പറഞ്ഞാൽ പണ്ടേ ഇവിടെ ക്ലാസ്സിൽ വരുന്നവർക്കൊക്കെ അറിയും. മടിയൻ നമ്മൾ വിളിക്കുന്ന ആൾ മരിച്ചു പോയി, ഇപ്പം ഇല്ല, ഈ കോവിഡ് കാലത്ത് പോയി. അപ്പോൾ അതിന് കുറച്ച് മുമ്പ്, കോവിഡിൻ്റെ ഒക്കെ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് ഒരു ക്ലാസ്സിൽ അത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ക്ലാസ്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏകദേശം അവിടെ ഇരുന്നതാണോ ഒരിക്കൽ ദിവസം ക്ലാസ് നടക്കണോ, ഉപനിഷത്തിൻ്റെ ക്ലാസ് നടക്കുകയാണ്. കിട്ടിപ്പോയി എന്ന് പറയും. എന്ത് കിട്ടിപ്പോയി? അല്ല, എന്നെ കിട്ടിപ്പോയി എന്നാണ് ആശയം. പിന്നെന്താ വേണ്ടത്? പിന്നെ ഇനി എന്ത് വേണം? അത്രയേ ഉള്ളൂ. പിന്നെ ഏറെ നിന്നിട്ടില്ല ശരീരം. പിന്നെ കുറച്ചു കാലം കൂടിയേ ശരീരം നിന്നിട്ടുള്ളൂ.
പക്ഷെ നമ്മളെല്ലാം ചെയ്യണത് ഇപ്പം അങ്ങനെ തന്നെയാണില്ലേ? ആത്മജ്ഞാനത്തിനായിക്കൊണ്ട് അത് ചെയ്യണോ ഇത് ചെയ്യുന്നു, എന്തൊക്കെയാ ചെയ്യാന്ന് കണക്കില്ല. നീ ആത്മജ്ഞാനം ഉദ്ദേശിച്ചുള്ള പൂജയൊക്കെ ഉണ്ടോ അതും അറിയില്ല, ഉണ്ടെങ്കിൽ അതും ചെയ്യും അല്ലേ? ആത്മജ്ഞാനജനക ഹോമം, ആത്മജ്ഞാനജനക പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചാൽ അതിനും ആൾക്കാരുണ്ടാവും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഒരു 10 ജ്യോത്സ്യന്മാരെ പിടിച്ചാൽ മതി ഒരു കമ്മീഷൻ ബേസിസിൽ, ഉഷാറാവും. തമാശയല്ല, ഏറെ കൃതകമല്ലത്. ഇത് സിദ്ധമാണ്. സിദ്ധം വസ്തു ആരെങ്കിലും തേടിപ്പോകുമോ? നേടാൻ ഇച്ഛിക്കുകയോ? എന്തൊരു കഷ്ടപ്പെടണത്. നിത്യാപ്തത്വം, അത് നിത്യവും ഞാൻ എന്നാൽ നേടപ്പെട്ടവനാണ്. പിന്നെന്ത് പ്രശ്നം? നാപി വിചികാരൈഷിത ആത്മത്വേ സതി നിത്യത്വാത് അവികാരിത്വാത്. എന്തെങ്കിലും വികാരം ജനിപ്പിക്കാൻ ഇച്ഛിക്കപ്പെടുന്നതല്ല, വികാരം ജനിപ്പിക്കാൻ ഇച്ഛിക്കപ്പെടുക. വല്ലാത്ത ഭാഷയാണ് വിചികാരയുഷിതം. വിചികാരയുഷിതം എന്ന് സാധാരണ ലൗകിക ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കാത്ത വാക്കുകളാണ്. അതായത് വികാരം ജനിപ്പിക്കാൻ ഇച്ഛിക്കുക. അതാ ഒരു വസ്തുവിൽ നമ്മൾ വികാരം ജനിപ്പിക്കാൻ നമ്മൾ ഇച്ഛിക്കാറുണ്ടല്ലേ? പാല് ഉറയൊഴിച്ചു. എന്തിനാ പാലിൽ ഉറയൊഴിക്കണേ? അതിൽ വികാരം ജനിപ്പിക്കാനാണ്. അപ്പം വികാരം വന്നപ്പോൾ തൈരായി. ഇപ്പം തൈരാക്കാൻ വേണ്ടിയിട്ടാണ് ഉറയൊഴിക്കണത്. അതുപോലെ ആത്മാവിൽ എന്തെങ്കിലും വികാരം വരുത്തി ഈ പൂജ ചെയ്തിട്ട് കർമ്മം ചെയ്തിട്ടൊരു വികാരം ഉണ്ടാക്കുക. ഒരു വികാരം ആത്മാവിലില്ല. അവികാരിത്വം, അത് അവികാര സ്വരൂപമാണ് ആത്മാ എന്നതുകൊണ്ട്. അപ്പം നേടേണ്ടതല്ല, ആപ്യമല്ല, വികാര്യമല്ല, സംസ്കാര്യമല്ല. എന്തെങ്കിലും സംസ്കരിച്ചെടുക്കണോ ആത്മാവിനെ? അതുമില്ല. അപ്പം ആപ്യമല്ല, വികാര്യമല്ല, സംസ്കാര്യമല്ല, കർത്തൃഭോക്തൃ രൂപമല്ല. ഇതിലൊക്കെയാണ് ഇപ്പോൾ കർമ്മങ്ങൾ വ്യാപരിക്കുക. ഉത്പാദ്യമാണോ? ഉണ്ടാക്കേണ്ടതാണോ? ഞാനുള്ളതാണ്. അപ്പം ആത്മാവ് ഉത്പാദ്യമല്ല, ആപ്യമല്ല, വികാര്യമല്ല, സംസ്കാര്യമല്ല, കർത്തൃഭോക്തൃ രൂപവും അല്ല. അതുകൊണ്ട് ഒരു പ്രകാരത്തിലും കർമ്മവുമായി സംബന്ധം ഇല്ല. ഇതാണ് ശ്രോതവ്യോ മന്തവ്യോ നിരിധ്യാസിതവ്യ എന്ന് പറഞ്ഞത് ആത്മവിഷയകമായ ആവരണത്തെ നീക്കി ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ആവരണ വിക്ഷേപങ്ങളെ കൊണ്ട് ഇപ്പോൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിക്ഷേപങ്ങൾ ആദ്യം പോകണം, ആവരണം പോകണം. ആവരണ വിക്ഷേപങ്ങളെ നീക്കാനാണ് സാധന, അല്ലാണ്ട് ആത്മാവിനെ നേടാനല്ല. ഞാൻ എന്നാൽ നേടപ്പെടേണ്ടതല്ല. ശ്രുതേശ്ച, ശ്രുതിയും പറയുന്നു, ന വർദ്ധതേ കർമ്മണ. വായിച്ചില്ല തോന്നുന്നില്ല. ശ്രുതേശ്ച ന വർദ്ധതേ കർമ്മണ ഇത്യാദി. സ്മൃതേശ്ച അവികാര്യോയമുച്യതേ ഇതി. നച സഞ്ചികീർഷിതഃ ശുദ്ധമപാപവിദ്ധം ഇത്യാദി ശ്രുതിഭ്യഃ അനന്യത്വാച്ച അന്യേന അന്യത് സംസ്ക്രിയതേ നച ആത്മനഃ അന്യഭൂത ക്രിയാ അസ്തി നച സ്വേന ഏവ ആത്മനാ സ്വമാത്മാനം സഞ്ചികീർഷേത് നച വസ്ത്വന്തരാധാനം നിത്യപ്രാപ്തിർവാ വസ്ത്വന്തരസ്യ നിത്യ നിത്യത്വം ച ഇഷ്ടം മോക്ഷസ്യ അതഃ
ഉത്പന്നവിദ്യസ്യ കർമാരംഭഃ അനുപപന്നഃ അതഃ വ്യാവൃത്തബാഹ്യബുദ്ധേഃ ആത്മവിജ്ഞാനായ കേനേഷിതം ഇത്യാദ്യാരംഭഃ. അപ്പോൾ ശ്രുതി പറയുന്നു ന വർദ്ധതേ കർമ്മണ, കർമ്മം കൊണ്ട് വർദ്ധിക്കുന്നില്ല. എന്തെങ്കിലും ചെയ്ത് ആത്മാവിനെ വലുതാക്കാനില്ല, എന്തെങ്കിലും ചെയ്ത് സംസ്കരിക്കാനില്ല, എന്തെങ്കിലും ചെയ്ത് വികാരം ജനിപ്പിക്കാനില്ല. ദേശാന്തരത്തിലോ കാലാന്തരത്തിലോ ഉള്ളതിനെ നേടാൻ വേണ്ടി കർമ്മമുണ്ട്. ആത്മാ അങ്ങനെയല്ല. അപ്പോൾ ഒരു പ്രകാരത്തിലും കർമ്മസംബന്ധിത്വം ആത്മാവിൽ ഇല്ല. എന്നാൽ കർമ്മം അനർത്ഥാന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു ജ്ഞാനത്തിലേക്ക് ഉയരുന്നതിനുള്ള ചിത്തസംസ്കരണം നേടണമെങ്കിൽ കർമ്മങ്ങൾ വേണം. അങ്ങനെയാണ്. മറുകരയിൽ എത്താൻ തോണി വേണം, പിന്നെ തോണി വേണ്ട. ഇത്രയേ ഉള്ളൂ. ന വർദ്ധതേ കർമ്മണ, കർമ്മം കൊണ്ട് വർദ്ധിക്കുന്നില്ല. സ്മൃതേശ്ച അവികാര്യോയമുച്യതേ, സ്മൃതിയും പറയുന്നു, ഭഗവത്ഗീത പറയുന്നു, ഈ ആത്മാവ് അവികാര്യമാണ്, വികാരം ജനിപ്പിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്തിട്ടൊരു വികൃതി ആത്മാവിൽ ഉണ്ടാക്കുക ഇല്ല. അവികൃതിയാണ് ആത്മാവ്. എന്തെങ്കിലും ചെയ്യാൻ ഇച്ഛിക്കപ്പെടുന്നതല്ല. എന്തുകൊണ്ട്? ഉള്ളതാണ്, സിദ്ധം വസ്തുവായതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഇച്ഛിക്കപ്പെടുന്നതല്ല. ശുദ്ധമപാപവിദ്ധം, ശുദ്ധമാണ്, ഒരിക്കലും പാപത്താൽ ബാധിക്കപ്പെടാത്തതാണ്. ഇത്യാദി ശ്രുതിഭ്യഃ. അപ്പം എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കപ്പോഴാണ് അതിലെന്തോ ഒരു തകരാറുണ്ട്, ആ തകരാറിനെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ശുദ്ധമാണ്, ശുദ്ധമായതിൽ വേറെ എന്ത് ചെയ്യാനാണുള്ളത്? അപ്പോൾ ആപ്യമോ ഉത്പാദ്യമോ സംസ്കാര്യമോ വികാര്യമോ അല്ല എന്നാണ് പറഞ്ഞതിൻ്റെ താത്പര്യം. അനന്യത്വാച്ച്, ആത്മാവ് അനന്യമാണ്, ഞാൻ തന്നെയാണ്. ഞാൻ എനിക്ക് ഒരിക്കലും അന്യമല്ല. ഞാൻ എനിക്ക് ഒരിക്കലും അന്യമല്ല, അനന്യമാണ്. സാമാന്യമായി അന്യേന അന്യസംസ്ക്രിയതേ, മറ്റൊരാളാൽ മറ്റൊന്ന് സംസ്കരിക്കപ്പെടുന്നു ഇല്ലേ? ഇപ്പോൾ സംസ്കരിക്കുന്ന ഞാൻ മറ്റൊരാളാൽ എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ നിന്ന് ഭിന്നനായ സ്വർണ്ണപ്പണിക്കാരനാൽ സ്വർണം സംസ്കരിക്കപ്പെടുന്നു. അപ്പോൾ നല്ല ചൂടാക്കി അതിൽ മറ്റ് ലോഹങ്ങൾ നീക്കുന്നു. സംസ്കരിക്കുന്നതിന് ഉദാഹരണമാണ്. അപ്പോൾ സ്വർണ്ണ ഭിന്നനല്ലേ സ്വർണത്തെ സംസ്കരിക്കുന്നേ? അതെ. ഇവിടെ ആത്മാ അഭിന്നമാണ്. അപ്പോൾ അവിടെ സംസ്കാര്യവും അല്ല, വികാര്യവുമല്ല, ഉത്പാദ്യവുമല്ല, ആപ്യവുമല്ല. അന്യന അന്യസംസ്ക്രിയതേ നച്ച ആത്മനഃ അന്യഭൂതാ ക്രിയ അസ്തി, ആത്മഭിന്നമായിട്ട് അങ്ങനെ ക്രിയയില്ല. നച്ച സ്വയനേവാത്മന സ്വമാത്മാനം സഞ്ചികീർഷേത്, തന്നെക്കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ആരും ഇച്ഛിക്കുന്നില്ല. ഞാൻ എന്നെ ഉണ്ടാക്കുക, അതുണ്ടോ? ഇല്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചാൽ അത് വേറെ വകുപ്പ്. ഇത്രയേ ഉള്ളൂ. ഞാൻ എന്നെ ഉണ്ടാക്കുകയാണ്, ഞാൻ എന്നെ ശുദ്ധീകരിക്കുകയാണ്. അപ്പം എന്നെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഗീത തന്നെ പറഞ്ഞിട്ടില്ലേ ആത്മശുദ്ധയെ എന്ന്. അപ്പം എന്താ അർത്ഥം? അവിടെ ആത്മാ എന്നുള്ളതിന് അന്ധകരണം എന്ന് അർത്ഥം എടുക്കണം. ഒരാൾ കുളിക്കുക, എന്തിനാ കുളിക്കണത്? എന്നെ ശുദ്ധനാക്കാനാന്ന് പറഞ്ഞു. അപ്പം എന്നെ ശുദ്ധാക്കാൻ ഞാൻ കുളിക്കാം. അവിടെ ഞാനാരാ? ശരീരമാണ്. അല്ലാണ്ട് ആത്മാ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പ്രയോഗിക്കുന്നത്. ആത്മാ എന്നുള്ള തലത്തിൽ സംസ്കാര്യമോ വികാര്യമോ ആപ്യമോ ഉത്പാദ്യമോ അല്ല. അതാണ് പറഞ്ഞതിൻ്റെ താത്പര്യം. നച്ച് വസ്തുവന്തരാധാനം നിത്യ പ്രാപ്തിർവാ വസ്തുവന്തരസ്യ നിത്യ. വസ്തുവന്തരാധാനം നച്ച വസ്തുവന്തരാധാനം
നിത്യപ്രാപ്തിർവാ വസ്തുവന്തരസ്യ നിത്യ. നിത്യമായതിന് വസ്തുവന്തരപ്രാപ്തിയില്ല, വസ്തുവന്തരപ്രാപ്തി ഉള്ളത് നിത്യവുമല്ല. നമ്മൾ നേടുന്ന പ്രാപിക്കുന്ന ഒരു വസ്തുവന്തരം നിത്യമല്ല, നിത്യമായതിനോട്ട് പ്രാപിക്കാനും ഇല്ല. അപ്പോൾ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അനിത്യമാണ്. താൻ നിത്യസ്വരൂപമായിരിക്കുന്ന താൻ തന്നെ പ്രാപിക്കുക എന്നുള്ളതില്ല. അപ്പോൾ പദങ്ങൾ അങ്ങനെയൊക്കെ പറയുമല്ലോ. അതോ പദങ്ങൾ പറയുമ്പോൾ നേരത്തെ നമ്മൾ വ്യക്തമായി ചിന്തിച്ചിട്ടുണ്ടത്. അത് കണ്ഠജാമീകര പ്രാപ്തി പോലെ ആണെന്ന് മാത്രം. കഴുത്തിൽ തന്നെയുള്ള നെക്ലേസ് അവിടെ ഉണ്ടെന്നറിയാതെ അങ്ങും ഇങ്ങും പരതി നടന്നു. അവസാനം ഇവിടെ തന്നെ ഉണ്ടെന്ന് ബോധിച്ചപ്പോൾ ഇവിടെ തന്നെ ഉള്ളത് ഇവിടെ തന്നെ കിട്ടി. ഇത്രയേ ഉള്ളൂ. അവിടെ കിട്ടി എന്നുള്ള വാക്ക് ഉപചാരമാണ്, കേവലം ഔപചാരിക പദമാണത് കിട്ടി എന്നുള്ളത്. അതുപോലെയാണ് ആത്മജ്ഞാനം കിട്ടി എന്നൊക്കെ പറയണത്, ആത്മാവിനെ കിട്ടി എന്നൊക്കെ പറയണത്. അത് ഔപചാരിക പദം മാത്രമാണ്. അതുകൊണ്ട് മോക്ഷം നിത്യമാണ്. നിത്യമായത് എന്തെങ്കിലും ചെയ്ത് നേടാൻ ഇല്ല. അതാണ് നിത്യത്വം ചെയ്ഷ്ടം മോക്ഷസ്യ. അതഃ അതുകൊണ്ട് ഉത്പന്ന വിദ്യസ്യ കർമാരംഭ അനുപപന്ന. അതുകൊണ്ട് ഉത്പന്ന വിദ്യനായിട്ടുള്ള ആൾക്ക് കർമാരംഭം അയുക്തമാണ്. ആത്മജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മങ്ങൾ ഇല്ല. അതഃ അതുകൊണ്ട് വ്യാവൃത്ത ബാഹ്യബുദ്ധേഹേ ബാഹ്യവിഷയബുദ്ധി എല്ലാത്തിൽ നിന്നും പിന്തിരിഞ്ഞ ആളുടെ ആത്മവിജ്ഞാന പ്രാപ്തിക്കായിക്കൊണ്ട് ഉള്ള ചോദ്യമാണ് കേനേഷിതം ഇത്യാദി. ഇത് മറ്റൊരു തലത്തിലാണ് ഇവിടെ വാക്യഭാഷ്യം കൊണ്ടുപോയിട്ടുള്ളത്. പദഭാഷ്യം പറയണതിൻ്റെ സാരത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ കാണാകുന്ന വസ്തുപ്രപഞ്ചം അതിനപ്പുറത്തുള്ളതായ ചൈതന്യവിശേഷത്താൽ പ്രവർത്തിതമാകുന്നു. അതെന്തെന്നറിയാനുള്ള ഇച്ഛയോടുകൂടി സംശയിക്കുന്നു. ആ സംശയമാണ് കേനേഷിതം എന്ന് തുടങ്ങിയത്. അത് കണ്ണ് സ്വതവേ കാണുകയല്ല, ചെവി സ്വതവേ കേൾക്കുകയല്ല. അപ്പോൾ ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇവയെ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? എന്താണ്? പ്രത്യേകാത്മ വസ്തുവിൻ്റെ സ്വരൂപം എന്താണ് എന്നറിയാൻ ഇച്ഛിച്ച് ചോദിക്കുന്നു എന്നാണ്. ഏതായാലും ഇത്രയുമാണ് കേനോപനിഷത്തിൻ്റെ ഉപോദ്ഘാത ഭാഷ്യം. എന്നിട്ടാണ് നമ്മൾ മന്ത്രത്തിലേക്ക് കടക്കുന്നത്. നോക്കൂ, കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവോ യുനക്തി. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവോ യുനക്തി. ഇതാണ് ചോദ്യം. ഇവിടെ നമ്മൾ പദഭാഷ്യം പഠിക്കുകയാണെങ്കിൽ ഓരോ പദത്തിൻ്റെ അർത്ഥമായിട്ട് ഭാഷ്യകാരൻ പറഞ്ഞു തരും. വാക്യഭാഷ്യത്തിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഒരു സാമാന്യ ലൗകികനെ സംബന്ധിച്ച് കണ്ണ് കാണുന്നു എന്ന് പറഞ്ഞാൽ കണ്ണ് കാണുന്നു, ഇത്രയേ ഉള്ളൂ. കണ്ണുകൊണ്ട് ഞാൻ പലത് കാണുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനെന്തെങ്കിലുമൊക്കെ ന്യൂനത വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം, വൈദ്യരെടുത്ത് പോകാം, മരുന്ന് കഴിക്കാം എന്നല്ലാതെ കണ്ട അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചിന്തയൊന്നും സാമാന്യമായിട്ട് വരുന്നില്ല. എന്നാൽ ഇവിടെയാകട്ടെ കേവലം
പ്രത്യക്ഷജ്ഞാനം കൊണ്ട് കൃതാർത്ഥനാവുന്നില്ല എന്ന തിരിച്ചറിവ് വന്നു കഴിഞ്ഞു. പ്രത്യക്ഷമായതിനെ കൊണ്ട് എല്ലാം അറിയാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് വന്നു കഴിഞ്ഞു. അപ്പോൾ കണ്ണ് കാണുന്നു. എങ്ങനെയാണ് കണ്ണ് കാണുന്നത്? ആരാണ് ഈ കണ്ണിനെ കാണിക്കുന്നത്? കണ്ണ് വെറും ഒരു 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 കരണം മാത്രമാണ്. അതെ, ഇപ്പോൾ വണ്ടി സമയത്തിന് ഓടുന്നു, ഞാൻ കയറുന്നു, യാത്ര ചെയ്യുന്നു, ലക്ഷ്യത്തിലെത്തുന്നു, ഒരു പ്രശ്നവുമില്ല. ഒരു തലവേദനയില്ല, ടിക്കറ്റ് എടുക്കണം, കയറണമെന്നേ ഉള്ളൂ. പക്ഷേ അത് അപ്പുറത്തൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തൊരു സങ്കീർണ പ്രക്രിയയാണ്. ഒരാൾ കയറിയിരുന്നങ്ങ് ഓടിക്കുക വണ്ടി, എന്തെല്ലാം പ്രക്രിയകളുണ്ട്. ഇനി അയാളിരുന്ന സീറ്റിലിരുന്നിട്ട് ഓടിച്ചിട്ടല്ലേ ഓടുന്നത്? അയാൾ സീറ്റിലിരുന്ന് ഓടിച്ചാൽ ഓടുക? ഇല്ല, വേറെ എന്തെല്ലാം ഘടകങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ സമയത്തിന് വണ്ടി ഓടുന്നു, അതിൽ സംതൃപ്തനാണെച്ചാൽ അയാൾ സംതൃപ്തനായിരിക്കട്ടെ. അതുപോലെ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ സംതൃപ്തനായിരിക്കുന്ന ആൾ അവിടെ ഇരിക്കട്ടെ, ഒരു വിരോധവും ഇല്ല. പക്ഷേ ഉപനിഷത്ത് എന്ന് പറയുന്നത് അതിനപ്പുറത്ത് ചിന്തിക്കുന്നവർക്കുള്ളതാണ്. എങ്ങനെയാണിത്? ആരാണിതിനെ പ്രവർത്തിപ്പിക്കണത്? ഏതൊരു തേജസ്സിനാലാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? ഏതൊരു തേജസ്സിനാലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്? ഏതൊരു തേജസ്സിനാലാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്? അതെന്താ? ഈ പ്രത്യക്ഷാനുമാനങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതിനെ അറിയാനുള്ള ഇച്ഛയാണ്. കേനേഷിതം വദതി പ്രേഷിതം മനഃ. നമ്മുടെയൊക്കെ മനസ്സ് മനുതേ അനേന ഇതി, യാതൊന്നിനെ കൊണ്ട് മനനം ചെയ്യുന്നുണ്ടോ അതാണ് മനസ്സ്. സങ്കല്പ വികല്പാത്മകമാണ്. അങ്ങനെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മനസ്സിനെ ആരാണ് പ്രവർത്തിപ്പിക്കുന്നത്? ആരുടെ ഇച്ഛയാലാണ് പ്രവർത്തിക്കുന്നത്? അപ്പം മനസ്സിൽ നിന്ന് ഭിന്നനായ, മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചൈതന്യം നിസ്സംശയം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് മനസ്സാണ്ട് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പ്രാണൻ ഇങ്ങനെ ചരിക്കുക. അപ്പം ആരാലാണ് പ്രാണൻ ചരിപ്പിക്കപ്പെടുന്നത്? പ്രാണൻ സ്വയം ചരിക്കുക എന്ന് പറയരുത്. പ്രാണനെ ചലിപ്പിക്കുന്നത് എന്തിനനുസൃതമായി പ്രാണൻ ചലിക്കുന്നു? ന പ്രാണേന നാപാനേന മർത്യോ ജീവതി കശ്ചന ഇതരേണതു ജീവന്തി യസ്മിൻ ഏതൗ ഉപാശ്രിതൗ എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. പ്രാണനെ കൊണ്ടോ അപാനനെ കൊണ്ടൊന്നും അല്ല മനുഷ്യൻ ജീവിക്കുന്നത്. ചിലർ പറയാറുണ്ട് പ്രാണൻ പോയാൽ മരിക്കും സ്വാമി. എനിക്കതിനോട് യോജിപ്പില്ല. മരിക്കാനാവുമ്പം പ്രാണൻ പോകുന്നുള്ളതിനോടാ യോജിപ്പ്. മരിക്കുമ്പം പ്രാണൻ പോവും, അത് ശരിയാ. പ്രാണൻ പോകുമ്പം മരിക്കുകയല്ല ചെയ്യാ. രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ലടേ, പ്രാണൻ പോകുമ്പോൾ മരിക്കുകയല്ല ചെയ്യണത്, മരിക്കുമ്പോൾ പ്രാണൻ പോവുക ചെയ്യണത്. അതാണ് ഉപനിഷത്ത് പറയണത്. പ്രാണനെ കൊണ്ടോ അപാനനെ കൊണ്ടോ അല്ല മനുഷ്യൻ ജീവിക്കണത്, മറ്റൊരാളെ കൊണ്ടാ. അയാൾ ഇതരേണതു അതാരാന്ന് പറയണില്ല, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനാ അങ്ങനെ പറയണേ. ഇതരേണതു ജീവന്തി, വേറൊരാളെ കൊണ്ടാ ജീവിക്കും. യസ്മിൻ ഏതോ ഉപാശ്രിതവും, അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രാണനും അപാനനൊക്കെ പ്രവർത്തിക്കുന്നത്. അവനെ കൊണ്ട് വേറൊരു സൂചന ഉണ്ട് കേട്ടോ. ഊർധ്വം പ്രാണമുന്നയത്തി അപാനം പ്രത്യഗസ്യതി മധ്യേ വാമനമാസീനം വിശ്വേ ദേവാ ഉപാസതയെന്ന്. പ്രാണനെ മുകളിലേക്ക് തള്ളിവിടുന്നു, അപാനനെ താഴേക്ക് തള്ളിവിടുന്നു. നടുക്കിരിക്കുന്ന ഈ പൂജനീയനെ ദേവന്മാരൊക്കെ പൂജിക്കുന്നു. എല്ലാ ദേവന്മാരും. ഏതാ? ഉദാഹരണത്തിന് കണ്ണ് എന്ന ദേവൻ നല്ല നല്ല രൂപങ്ങളെ കൊണ്ടുപോയി കൊടുക്കുക. ഇതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു കേട്ടോ, എൻ്റെ പണി ഞാൻ ചെയ്തു. ചെവി നല്ല നല്ല ശബ്ദങ്ങളെ കൊണ്ടുപോയിട്ട് അവന് കൊടുക്കുന്നു. ത്വക്ക് നല്ല നല്ല സ്പർശങ്ങളെ കൊണ്ടുപോയിട്ട് അവന് കൊടുക്കുന്നു. മൂക്ക്
നല്ല നല്ല മണങ്ങളെ കൊണ്ടുപോയിട്ട് അവന് കൊടുത്ത് പൂജിച്ചു. നാക്ക് നല്ല നല്ല രുചി കൊടുത്തിട്ട് അവനെ സന്തോഷിപ്പിച്ചു. ഈ നടുക്കിയിരിക്കണവനെ ഇവൻ ആ പ്രാണനെ മുകളിലേക്ക് അപാലനെ താഴേക്ക് തള്ളി വിട്ട് നടുക്കിയിരിക്കണത് അവൻ ആരാ? അതാ അന്വേഷിക്കേണ്ടത്. അല്ലാണ്ട് പ്രാണനായിട്ട് പ്രവർത്തിക്കണോ മനസ്സായിട്ട് പ്രവർത്തിക്കണോ എന്ന് പറയുന്നവർക്ക് ഉപനിഷത്തിൻ്റെ ആവശ്യമില്ല. എങ്ങനെ പ്രവർത്തിക്കുന്നു, ആരാൽ പ്രവർത്തിപ്പിക്കപ്പെടുന്നു? ഇത് വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിനാണ് ഉത്തര ഉപനിഷത്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ലളിതമായിട്ട് ഉപനിഷത്താവ് വളച്ചുകെട്ടൊന്നുമില്ല. നേർക്കായിട്ട് ചോദിക്കുക ശിഷ്യൻ വന്നിട്ട്. എങ്ങനെയുള്ള ശിഷ്യനായി പറഞ്ഞ ശിഷ്യൻ? കർമ്മം കൊണ്ട് ചിത്തശുദ്ധി നേടി, അതുകൊണ്ട് ആത്യന്തികമായ തത്വവിജ്ഞാനമൊന്നും നേടാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നു. എന്നാൽ ആത്യന്തിക തത്വവിജ്ഞാനം ആയിട്ടുമില്ല. അതിനെ ഇച്ഛിച്ചുകൊണ്ട് കേനേഷിതം പദതി പ്രേഷിതം മനഃ, ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ്, പറഞ്ഞയക്കപ്പെട്ടിട്ടാണ് മനസ്സ് വിഷയങ്ങളിലേക്ക് പതിക്കണത്. മനസ്സ് എന്തിലേക്കൊക്കെയാ പതിക്കണത്? ഇല്ലേ? ആർക്കാ പറയാൻ പറ്റുക? പറയാൻ വയ്യ. ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട്. കേനോപനിഷത്തിലേക്ക് എത്ര പേരുടെ മനസ്സ് പതിക്കുന്നുണ്ട്? പതിച്ചാൽ അപ്പം തന്നെ വീട്ടിലേക്ക് എത്ര പേരുടെ മനസ്സ് പതിക്കുന്നുണ്ട്? നാട്ടിലേക്ക്, ചെയ്യാനുള്ള കാര്യാന്തരങ്ങളിലേക്ക്, അതിലേക്ക് ഇതിലേക്ക് എന്തിലേക്കൊക്കെയാണ് പോണത് ഇപ്പോൾ? ഇല്ലേ? ആലോചിച്ച് നോക്കും. വല്ലാതൊരു പോക്കാണ് ഇത്. ആരാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്? കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത, ശരീരത്തിൽ പ്രഥമസ്ഥാനമുള്ള പ്രാണൻ. പ്രാണൻ പ്രവർത്തിച്ചാലേ ബാക്കിയെല്ലാം പ്രവർത്തിക്കൂ. അപ്പോൾ ഉപാധികളിൽ പ്രഥമസ്ഥാനം പ്രാണനുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ശരീരത്തിൽ പ്രഥമസ്ഥാനം വഹിക്കുന്നവനായ പ്രാണൻ ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് ചലിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ പണിയെടുക്കാൻ ഇഷ്ടമുണ്ട്, ഇല്ലേ? പണിയെടുക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവർക്കും പണിയെടുക്കാൻ ഇഷ്ടമുണ്ട്. എന്നാൽ 24 മണിക്കൂറും പണിയെടുക്കാൻ ഇഷ്ടമുണ്ടോ? അതില്ല. ഒരു നിശ്ചിത സമയം പണിയെടുത്ത് ബാക്കി വിശ്രമിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? എന്നിട്ട് ഉഷാറായിട്ട് അടുത്ത സമയത്ത് വീണ്ടും പണിയെടുക്കാനാണ് വിശ്രമിക്കുന്നത്. തുടർച്ചയായിട്ട് പണിയെടുക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. പാവം, എത്ര കാലായി അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ തുടങ്ങിയതാ, ഇതുവരെ നിന്നിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ പിടിക്കുക. അതൊരു കഷ്ടം. ആലോചിച്ച് പാവം അല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരു വിശ്രമം വേണ്ടേ പാവത്തിന്? എന്താ ഇത് പറയുമ്പോൾ സ്വാമി ദുഷ്ടത്തരം പറയല്ലേ? അതെ. അപ്പോൾ അവനങ്ങനെ ഒരു വിശ്രമമില്ലാണ്ട് പണിയെടുക്കാൻ ആരെ പേടിച്ചിട്ട് ആണിത് ചെയ്യണത്? ആരാണ് ചെയ്യിപ്പിക്കുന്നത്? ആർക്കാരും ഒന്ന് വിശ്രമിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവും. ഈ ശ്വാസകോശത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ലേ? അമ്മയുടെ വയറ്റിൻ്റെ പുറത്തേക്ക് വിരൽ തുടങ്ങിയത് അന്ന് തുടങ്ങിയതാണ് പിടിക്കാൻ. ഇപ്പോഴും നിന്നിട്ടില്ല, പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ? എത്ര പണിയെടുക്കണത്? നമ്മുടെ ഹൃദയമൊക്കെ ഒരു ദിവസം വർക്ക് ചെയ്യണ ശക്തി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര പമ്പ് സെറ്റ് വർക്ക് ചെയ്യിപ്പിക്കാം? അത് അത്ഭുതകരമായ ശക്തിയാണ് നമ്മളിതൊക്കെ ഉള്ളത്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യല്ലേ, ഒരു വിശ്രമമില്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഭാഷ്യകാരൻ തന്നെ പറയുന്നുണ്ട്. ഈ ദണ്ടുയർത്തിപ്പിടിച്ചിട്ട് യജമാനൻ വന്ന് നിൽക്കുമ്പോൾ ഭീതരായിട്ട് വിശ്രമമില്ലാതെ ഭൃത്യന്മാർ പണിയെടുക്കുന്നത് പോലെ എല്ലാ ഉപാധികളെ കൊണ്ടും പണിയെടുപ്പിക്കണത് ആരാണ്? ആരായി വടിയും പിടിച്ച് നിൽക്കണത്? ചിന്തിക്കേണ്ടതാണ്. കേനേഷിതാം വാചമിമാം വദന്തി, ആരാൽ ഇച്ഛിക്കപ്പെട്ടിട്ടാണ് ഈ വാക്കുകൾ ഇങ്ങനെ പറയണത്? എന്തൊരു സങ്കീർണ പ്രക്രിയ വാക്ക് പറയുക എന്നുള്ളത്. അയ്യോ, വളരെ സങ്കീർണമായ പ്രക്രിയയാണ് വാക്ക് പറയുക എന്നുള്ളത്. നമ്മൾ വല്ലതും ആലോചിച്ചിട്ടാണോ വാക്കിനെ ഉപയോഗിക്കണത്?
വാക്കിൻ്റെ ദുരുപയോഗമാണ് നമ്മൾ അധികം ചെയ്യുന്നത്, അല്ലേ? അതെ, വളരെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ. ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ വർധനവോടുകൂടി വാക്കിൻ്റെ ദുരുപയോഗം കുറച്ചൊന്നുമല്ല കൂടിയിട്ടുള്ളത്. എന്തൊക്കെയാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് മുമ്പൊക്കെ ആണെച്ചാൽ കള്ളസ്വാമി മറ്റത് മറിച്ച് നോക്കിയേ വിളിക്കുള്ളൂ, കള്ളൻ, പെരുങ്കള്ളൻ, പിന്നെ ചാണകം, അങ്ങനെയൊക്കെയായി. ഇപ്പം എന്തൊക്കെയാ ഭഗവാനെ വിളിക്കണത്? ചിലതൊക്കെ ഞാൻ 2 പേരോടൊന്നല്ല ചോദിച്ചു വാക്കിൻ്റെ അർത്ഥം എന്താന്ന്. അവർ ചിരിച്ചു, എനിക്ക് പറഞ്ഞു തന്നില്ല. എന്താ പറഞ്ഞു തരാത്ത? എന്തൊക്കെയാ വിളിക്കുന്നത്? നമുക്കതുകൊണ്ട് ഒരു പ്രയാസമില്ല. കാരണം അവർ വിളിക്കണമെന്ന് ഞാനല്ലാതെ എനിക്കറിയാം, ഇല്ലേ? ഇപ്പോൾ ശരിയല്ലേ പറഞ്ഞേ? അവർ വിളിക്കണത് ഞാനാന്നൊരു തോന്നലുണ്ടെങ്കിലല്ലേ എനിക്ക് വ്യാകുലത കൊണ്ടു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ എനിക്കൊരു സങ്കടമായി പറഞ്ഞാൽ എനിക്കൊരു തോന്നൽ വന്നു എന്നർത്ഥം. എനിക്ക് തോന്നലില്ല, അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. പക്ഷെ അവർക്കതൊരു പ്രശ്നമല്ലേ, പാവങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതല്ലേ നമ്മൾ ചിന്തിക്കണ്ടേ? തത്വമസി വേണ്ടാന്നേ, തത്വമസി അവിടെ പ്രയോഗിക്കണ്ട, തത്വമസി അവിടെ പ്രയോഗിക്കണ്ട. അവിടെ എന്തൊന്ന് ചിന്തിച്ചാൽ മതി. തത്വമസി മഹാവാക്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. അതങ്ങനെ എല്ലാവർക്കും ഉപദേശിക്കാനുള്ളതല്ല, എല്ലാവർക്കും ഉപദേശിക്കാനുള്ളതല്ല അത്. അപ്പോൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വാക്കിൻ്റെ ദുരുപയോഗം വളരെ കൂടിയിട്ടുണ്ട്. നമ്മൾ ശക്തിയെ ദുർബലമാക്കി തീർക്കും, വലിയ പ്രശ്നമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രത്യേക സംസ്കാരമുണ്ട്. ഈ ഇലക്ട്രിസിറ്റി പോകുമ്പോൾ കൂക്കി വിളിക്കുന്ന ഇവനൊക്കെ മര്യാദയ്ക്കായി ഇരിക്കുക വെളിച്ചത്തിൽ. കൃത്രിമഭാവമാണ്. ഇലക്ട്രിസിറ്റി പോയപ്പോൾ കൂക്കി വിളിക്കും, കാരണം ആരാ കൂക്കുന്ന അറിയില്ലല്ലോ. ആ മനഃശാസ്ത്രമാണ് ഈ പ്രവർത്തിക്കണം. പല പേരിലാണ് ഫേസ്ബുക്കിലൊക്കെ വരിക. അതിന് മുഖമില്ല. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഫേസ്ലെസ് ബുക്കാണ്. അതെ അല്ലേ? അവിടെ മുഖമില്ല, പല പേരിലാണ് വരുന്നത്. അപ്പോൾ സ്വന്തം പേരിൽ അങ്ങനെ വിളിക്കില്ല. അപ്പോഴാണ് അതിൻ്റെ തമാശ. ഇപ്പുറത്ത് ചിദാനന്ദപുരി സ്വാമിക്ക് അനുകൂലമെന്ന് പറയുന്ന ആൾക്കാർ അതിൻ്റെ ഇരട്ടി തെറി അങ്ങോട്ട് വിളിക്കുക. എന്തൊരു കഷ്ടം നോക്കണേ. എൻ്റെ ഭഗവാനെ, നീ രണ്ടും കണക്കാടേ. ഇവിടെ രണ്ടും കണക്ക്. വിവേകത്തോടു കൂടി സംസാരിച്ച ഒരു സുഖ. അപ്പോൾ ഒരു തെറി ഇങ്ങോട്ട് വിളിച്ചാൽ 10 തെറി അങ്ങോട്ട് വിളിക്കുക. ഇതാണോ വേണ്ടത്? നമ്മൾ സാധാരണ ഇങ്ങനത്തൊന്നും കാണാറില്ല, ഇതൊന്നും സമയം ഉണ്ടാവാറില്ല. ഇപ്പം എന്താ ഉണ്ടായിച്ചാൽ അതൊരു വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആലോചിക്കേണ്ടത്. നാളെ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്ന നമ്മളെ ആശ്രമത്തിന് വേണ്ടി സേവ ചെയ്യുന്ന ഒരാളുണ്ട്. അയാളിപ്പോൾ ഇത് കേൾക്കും. അപ്പോൾ അദ്ദേഹം നാളെ പറഞ്ഞു തന്നു, സ്വാമി ഈ പോസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് അതെന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആപ്പ് സ്വാമി ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ പറഞ്ഞു. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തോടുകൂടിയാണ് ഇതിങ്ങനെ കാണാൻ തുടങ്ങിയത്. ഇതെല്ലാവരും ചെയ്യണതൊക്കെ അതിൽ കാണും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖ, എന്തൊരു സുഖമാണ്. ഇപ്പോൾ ചിലർക്കത് നാണക്കേടായിരിക്കും. എനിക്ക് നാണക്കേടില്ല, കാരണം അവർ വിളിക്കുന്ന ഒരു പേരും എനിക്ക് ഞാനല്ലാന്ന് ഉറപ്പുണ്ട്. എനിക്ക് അറിയണതൊക്കെ. മറ്റെനിക്ക് അറിയാത്ത 2 ഇന്നലെ സംശയം ചോദിച്ചു. ഇന്നലെ നമ്മളൊരു അമ്മേനോട് സംശയം ചോദിച്ചു, എന്താ ഇപ്പം ഇതിൻ്റെ അർത്ഥം? എനിക്കറിയില്ല സ്വാമി. അത് അയ്യോ, ആ 2 വാക്ക് ഏതാണ്ടാ സംശയം. ഏതായാലും ഉപനിഷത്ത് വിചാരശാസ്ത്രത്തിന് പോയി താമസിച്ചിട്ട് ഇന്ന് സമ്പാദ്യത്തോടു കൂടി വീട്ടിലേക്ക് വന്നു എന്ന് പറയാലോ. ശരി, സന്തോഷം. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വാക്ക് ഇതാരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? എന്തൊരു സങ്കീർണം ആലോചിച്ച് നോക്ക്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി രൂപത്തിൽ ആ വാക്കുകൾ പ്രവർത്തിക്കണത് ഇല്ലേ? അതെ, പരാരൂപത്തിലുള്ളത് പശ്യന്തിയാകുന്നു, പശ്യന്തി മധ്യമയാകുന്നു, മധ്യമയാണ് വൈഖരിയായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഈ വൈഖരിയായിട്ട് പുറത്തു വരുന്നതിനും ഇന്നെന്ന ഘട്ടങ്ങളുണ്ട്. ഇതെന്തൊരു അത്ഭുതമാണ് ഈ വാക്കിൻ്റെ പ്രവർത്തനം. അത്യത്ഭുതമാണ്, അത്യത്ഭുതമാണ്. ഒരു സ്വാമിജി ഉണ്ട്, നമ്മൾ വളരെ അടുപ്പമുള്ള, വളരെ സ്നേഹമായിട്ടുള്ളൊരു സ്വാമിജിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ രോഗം വന്നിട്ട്
വളരെ മൂത്ത അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഈ തൊണ്ടയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ സാധനങ്ങൾ എന്തൊക്കെയോ എടുത്ത് കളഞ്ഞെന്ന് അറിയില്ല. എന്നിട്ട് ഒരു യന്ത്രമുണ്ട്. ഈ യന്ത്രം ഇവിടെ കണക്ക് ഇവിടെ അമർത്തി വെച്ചാൽ ഈ യന്ത്രത്തിൽ കൂടെ വർത്താനം പറയുക. എല്ലാം മനസ്സിലാവും, എല്ലാ വർത്താനം. ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ തൊണ്ടയില്ല, അതിന് മുകളിലോട്ടുള്ളൊരു സാധനവും വർക്ക് ചെയ്യില്ല. പക്ഷേ പരാവശ്യന്തി മധ്യമം അവിടെ വന്നിട്ട് ഈ യന്ത്രം ഇവിടെ അങ്ങനെ അമർത്തി വെച്ചാൽ അതിൽ കൂടെ വർത്താനം പറയും. അപ്പോൾ കഴിഞ്ഞ വർഷം സ്വാമിജിയുടെ പരംപൂജ്യ മാധവാനന്ദ സ്വാമികളുടെ 75ാം സമാധി വാർഷികയായിരുന്നു അഹമ്മദാബാദിൽ ആചരിച്ചത്. അപ്പോൾ ഈ സ്വാമിജി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാമിജി ഇരുന്നു. അപ്പോൾ ആരോ സ്വാമിജിയോട് ഒന്ന് 2 വാക്ക് സംസാരിക്കണമെന്ന് ചോദിച്ചു. കാരണം അറിയില്ല, അവർക്ക് അറിയില്ല, അങ്ങനെ ഇതില്ല. അപ്പോൾ എന്നോട് സ്വാമിജി രഹസ്യമായി പറഞ്ഞു, ഇത് വെച്ചിട്ട് പ്രസംഗിക്കാൻ പറ്റില്ല, ഇത് വെച്ചിട്ട് നേരെ ചെവിയോണ്ട് നമുക്ക് കേൾക്കാനേ പറ്റും. അപ്പോൾ പുറമേ നോക്കിയാൽ ഒരു കുഴപ്പമില്ല. ഈ സാധനങ്ങൾ സംഭാഷണങ്ങളെല്ലാം എടുത്തു കളഞ്ഞു ഡോക്ടർമാർ. ഇതെന്തൊരു അത്ഭുതമാണ് ഇതിൻ്റെ അഭിവ്യക്തി എന്നുള്ളത്. ശബ്ദം ഇല്ലേ, അത്ഭുതമല്ലേ? ഒരു വാക്ക് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രതികരണം, അതേ വാക്ക് അക്ഷരം തിരിച്ചു വെച്ചാൽ ഉണ്ടാക്കുന്ന പ്രതികരണം, എന്ത് അത്ഭുതം അത്. അപ്പം ആരാ ഇതിനെയൊക്കെ നിയോഗിക്കുന്നത്? ഇതിങ്ങനെ പ്രവർത്തിക്കണ്ടല്ലോ, ആരുടെ ഇച്ഛയാൽ, ആരുടെ നിയോഗത്താൽ? അതാണ് കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം ക ഉദേവോ യുനക്തി. കണ്ണിനെയും ചെവിയെയും ഏതൊരു ദേവനാണ് നിയോഗിക്കുന്നത്? മൊത്തം ചോദ്യത്തിൻ്റെ താല്പര്യം എത്രയേ ഉള്ളൂ, നമ്മുടെ കരണങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന കരണവിലക്ഷണനായ ചൈതന്യമാരാണ്. എങ്ങനെ നിങ്ങൾ കരണവിലക്ഷണനായ എന്ന് പറഞ്ഞത്? അത് പറയാം. നേത്രവും ശ്രോത്രവും ഒരു ബന്ധവുമില്ല. എന്നാൽ കേട്ട ഞാൻ തന്നെ കണ്ടു, കണ്ട ഞാൻ തന്നെ കേട്ടു. അത് നമ്മൾ അനുഭവമല്ലേ, അല്ലേ? അപ്പോൾ കണ്ണിൽ നിന്ന് ഭിന്നനായി കണ്ണിനെ കാണിക്കുന്നവൻ, ചെവിയിൽ നിന്ന് ഭിന്നനായി ചെവിയെ കേൾപ്പിക്കുന്നവൻ ഒരുവനല്ലേ? അല്ലെങ്കിൽ കേട്ടവരല്ലല്ലോ കാണുക. നമ്മളെ കണ്ട വ്യക്തിത്വം ഒന്ന് വേറെ, കേട്ട വ്യക്തിത്വം ഒന്ന് വേറെ. അപ്പോൾ അഞ്ച് വ്യക്തിത്വമായി നമുക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 5 വ്യക്തിത്വമായി. അതുകൊണ്ടാണ് കരണവിലക്ഷണൻ ഏകനാണെന്ന് പറയുന്നത്. അതാരാ? ഇതാണ് പറയേണ്ടത്. ഇപ്പൊ തന്നെ തേടിയുള്ള ചോദ്യമാണ്, ആരാണ് ഞാൻ? ഈ ആരാണ് ഞാൻ എന്ന് വിജ്ഞാനിയോടല്ലാതെ ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ സാധാരണ ഒരാളോട് പോയി ഒരു സംശയം ചോദിക്കാറുണ്ട്, എന്താണ് ഞാൻ ആരാ? അവിടെ നീ ആരാന്ന് ചോദിക്കാം, ഇല്ലേ? നീ ആരാണെന്ന് ചോദിക്കാം, അതിൽ വിരോധമില്ല. അവിടെ പോയിട്ട് നീ ഞാൻ ആരാന്ന് ചോദിക്കാൻ പറ്റില്ല. എന്നാൽ ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് നീ ആരാ എന്ന് ചോദിക്കാൻ പറ്റുമോ? അത് വയ്യ. അവിടെ പോയിട്ട് ഇതാ ചോദിക്കേണ്ടത്, ഞാൻ ആരാ. അതാണ് വലിയ വ്യത്യാസമാണത്, വലിയ വ്യത്യാസമാണ്, ഇല്ലേ? ആലോചിച്ച് നോക്കൂ. വളരെ വിഭിന്നമാണ്. സാധാരണ ഗുരുദേവൻ പറഞ്ഞു തരും നമ്മളോട്, നിത്യാനിത്യ വിവേകതോ ഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാധി ഷട്കലസിത സ്യാൻമുക്തി കാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോഹം. അപ്പം നിത്യാനിത്യ വിവേകം കൊണ്ട് നല്ലപോലെ വൈരാഗ്യത്തെ സമ്പാദിച്ച് ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം എന്നിവയെ നേടി മുമുക്ഷുവായി കഴിഞ്ഞിട്ട് ഉത്തമ ബ്രഹ്മജ്ഞാനിയായ ഗുരുനാഥനെ പ്രാപിച്ച് നമസ്കാരം സേവ തുടങ്ങിയവയെ കൊണ്ട് സന്തോഷിപ്പിച്ച് എന്നിട്ട് ചോദിക്കണം, ഇത് ഞാനാരാ? എന്തൊരു കഷ്ടം അത്. അവിടെ പോയിട്ട് നിങ്ങൾ ആരാ, നിങ്ങളുടെ പൂർവാശ്രമം ഏതാ, അല്ല നിങ്ങളുടെ പഴയ പേരെന്തായിരുന്നു, ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. നാള് മക്കള്
കുറച്ച് മക്കൾ അല്ല സ്വാമിയുടെ പേരെന്താ, സ്വാമിയുടെ ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേര് സ്വാമി ചിദാനന്ദപുരി. അല്ല ശരിക്കുള്ള പേരാ ചോദിച്ചു. ഇത് ശരിക്കുള്ള പേര് പാസ്പോർട്ടുണ്ട്, ആധാർ കാർഡുണ്ട്, തിരഞ്ഞെടുപ്പ് ID ഉണ്ട്, പാൻ കാർഡുണ്ട്. കഴിഞ്ഞ കൊല്ലം വരെ റേഷൻ കാർഡ് ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ കൊല്ലം തൊട്ട് റേഷൻ കാർഡും ഉണ്ട്. ഇനിയിപ്പോൾ എന്ത് കാർഡാണ് ഉണ്ടാക്കേണ്ടത്? ഇതിലൊക്കെ സ്വാമി ചിദാനന്ദപുരിയാ. പിന്നെ ഇപ്പം നീ എന്താ ശരിയായ പേര് ചോദിക്കണത്? ഇതിൽ പേരിന് എന്താ തെറ്റുപറ? വ്യാകരണപരമായിട്ടോ ശബ്ദശാസ്ത്രപരമായിട്ടോ എന്തെങ്കിലും തെറ്റി പേരിനുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് ആരെടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചോദിക്കണം എന്നുള്ളതുണ്ട്. ഞാൻ ആരാന്ന് എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല. അത് ഇങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കാൻ പറ്റും. ആരോട്? ബ്രഹ്മവിദുത്തമം, ഉത്തമ ബ്രഹ്മജ്ഞാനിയോട് ചോദിക്കണം. അവിടെ പോയിട്ട് നീ ആരാന്ന് ചോദിക്കണ്ട. സാധാരണ ലൗകികനോട് പോയിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചാൽ നമ്മളയാൾ കൊണ്ടുപോകും വേറെ സ്ഥലത്തേക്ക്. അത് സംശയം അവിടുന്ന് തീർത്തോളൂ, ഞാൻ കൊണ്ടുപോകാം, അത് പറഞ്ഞു തരാൻ കഴിവുള്ള ആളെ ഞാൻ കാണിച്ചു തരാം, ടൗണിൽ കൊണ്ടുപോകും. അതെ, അപ്പം അത് മനസ്സിലാക്കുക. അപ്പം ഇത് ഈ കരണങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന കരണവിലക്ഷണനായ ഞാൻ ആര് എന്നാണ് ഇപ്പോൾ ചോദ്യം. എന്താണ് ഇതിൻ്റെ മറുപടി എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇതിൻ്റെ ഭാഷ്യം അല്പം കഴിഞ്ഞു, ഒരു 10 മിനിറ്റ്. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാമാ ബ്രഹ്മ നിരാകരോദ നിരാകരണമസ്ത്വനിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു ഓം ശാന്തി ശാന്തി ശാന്തി.